അക്ബർ ചക്രവർത്തിയുടെ സഭയിലെ ഏറ്റവും മിടുക്കനായ മന്ത്രിയായിരുന്നു മഹേഷ് ദാസ്. മഹേഷ് ദാസിൻ്റെ കഴിവിൽ സന്തോഷവാനായ ചക്രവർത്തി അദ്ദേഹത്തിന് കൊടുത്ത പേരാണ് രാജാ ബീർബൽ. തൻ്റെ ബുദ്ധിശക്തിക്കും തമാശ കലർന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലും മറ്റുള്ളവരെ അത് മനസ്സിലാക്കുന്നതിലും വളരെ പ്രഗത്ഭനായി. ധാരാളം ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളുമായി ബീർബലിനെ സമീപിക്കുകയും വളരെ ലളിതമായ മാർഗത്തിലൂടെ അതൊക്കെ ബീർബൽ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ സേവാറാം എന്നൊരു ബ്രാഹ്മണൻ അദ്ദേഹത്തെ കാണാൻ വന്നു. സേവാറാം വളരെ ദുഃഖിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും ഒക്കെ ആളുകൾ ബഹുമാനത്തോടെ വിളിച്ചിരുന്നത് പണ്ഡിറ്റ്ജി എന്നായിരുന്നു. എന്നാൽ ഞാൻ കാര്യമായ വിദ്യാഭ്യാസമൊന്നും ചെയ്തിട്ടില്ല. എന്നെ എല്ലാവരും സേവാറാം എന്നാണ് വിളിക്കുന്നത്. എന്നെ എല്ലാവരും പണ്ഡിറ്റ്ജി എന്ന് വിളിക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ബീർബൽ പറഞ്ഞു, അങ്ങനെ വിളിക്കണമെങ്കിൽ താങ്കൾ വിദ്യ അഭ്യസിക്കൂ. അയാൾ പറഞ്ഞു, എനിക്ക് പ്രായമായി, ഇനി കാലങ്ങളോളം വിദ്യ അഭ്യസിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അങ്ങ് മറ്റെന്തെങ്കിലും ഉപായം പറഞ്ഞു തരണം. ഇതു കേട്ട ചക്രവർത്തി ബീർബലിനെ ഒന്ന് പരീക്ഷിക്കാനായി പറഞ്ഞു, അയാളുടെ ദുഃഖത്തിന് പെട്ടെന്നൊരു പരിഹാരം കാണൂ. നമ്മുടെ സഭയിൽ വന്നു പറഞ്ഞതല്ലേ. ഇതു കേട്ട ബീർബൽ പറഞ്ഞു, ബഹുമാനം ഒരാളുടെ മനസ്സിലാണ് ഉണ്ടാകേണ്ടത്. അത് കൃത്രിമമായി ഉണ്ടാക്കാൻ കഴിയില്ല. അഥവാ ഉണ്ടാക്കിയാലും അത് നിലനിൽക്കില്ല. നിങ്ങളെ ആളുകൾ പണ്ഡിറ്റ്ജി എന്ന് വിളിക്കണം. അത്രയല്ലേ വേണ്ടൂ? ശരി, ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. നാളെ മുതൽ നിങ്ങളെ ആര് പണ്ഡിറ്റ്ജി എന്ന് വിളിച്ചാലും താങ്കൾ അവരെ വഴക്കു പറഞ്ഞ് ഓടിക്കണം. കയ്യിലുള്ള വടിയുമായി തല്ലാനായി ഓടിക്കണം. എന്നാൽ ഒരാളെ പോലും ഉപദ്രവിക്കരുത്. ബ്രാഹ്മണന് ആകെ ചിന്താക്കുഴപ്പമായി. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? പണ്ഡിറ്റ്ജി എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ രാജാ ബീർബൽ പറഞ്ഞു, താങ്കൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. പിറ്റേ ദിവസം ബീർബൽ സേവാറാം താമസിക്കുന്ന ഗ്രാമത്തിലെത്തി. സേവാറാം നടന്നു പോകുന്ന വഴിയിൽ കാത്തുനിന്നു. സേവാറാം നടന്നു വരുമ്പോൾ അവിടെ കളിച്ചുകൊണ്ടു നിന്ന കുട്ടികളോട് പറഞ്ഞു, ആ പോകുന്ന ആളെ പണ്ഡിറ്റ്ജി എന്നൊന്ന് വിളിച്ചു നോക്കൂ, നല്ല തമാശയായിരിക്കും. കുട്ടികൾ ഉറക്കെ പണ്ഡിറ്റ്ജി പണ്ഡിറ്റ്ജി എന്ന് വിളിച്ചു. സേവാറാം കുട്ടികളെ ഉറക്കെ ശകാരിച്ചു. കയ്യിലുള്ള വടിയുമായി ഓടി വന്നു. ഇത് കണ്ടപ്പോൾ കുട്ടികൾക്ക് വലിയ തമാശയായി തോന്നി. കുട്ടികൾ വീണ്ടും വീണ്ടും വിളിച്ചു. അങ്ങനെ ഒരു ദിവസമായും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ വലിയ ആളുകളും അയാളെ കാണുമ്പോൾ പണ്ഡിറ്റ്ജി എന്ന് വിളിക്കാൻ തുടങ്ങി. സേവാറാം ആകട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ ചീത്ത പറഞ്ഞും ശകാരിച്ചും അടിക്കാനോടിച്ചുമെല്ലാം ക്ഷീണിച്ചു തുടങ്ങി. അയാൾ അതെല്ലാം നിർത്തി. ആരെയും വഴക്കു പറയാതെയായി. അപ്പോഴേക്കും ആളുകളെല്ലാവരും അയാളെ പണ്ഡിറ്റ്ജി എന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ജീവിതകാലം മുഴുവൻ എല്ലാവരും സേവാറാമിനെ പണ്ഡിറ്റ്ജി എന്നാണ് വിളിച്ചിരുന്നത്. Dear children, true respect cannot be forced. It must be earned through your actions and character. Remember, people will honor you, not because you demand it, but because you genuinely deserve it.